ആ ഹലോ, ഞാൻ മോഹൻ തരവേ. നരേന്ദ്രന്റെ എവിടുന്നാ? ഉണ്ണി വന്നിട്ടുണ്ടേ. നന്ദയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. എപ്പോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഓക്കെ ഓക്കെ. തന്നെ കണ്ടപ്പോ ഒരു നിമിഷം നരേന്ദ്രനാണ് മുന്നിലെന്ന് തോന്നി. ഞാൻ ഡോക്ടർ വിമലയെ വിളിച്ചിരുന്നു. നന്ദയെ ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കുക. ഭക്ഷണം കഴിക്കില്ല, പട്ടിണി കിടന്ന് മരിക്കാനാ തീരുമാനം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാനാ? ഇന്നലെ രാത്രി തൊട്ട് നല്ല ടെമ്പറേച്ചർ ഉണ്ടായിരുന്നു. മരുന്നും വേണ്ടെന്നാ വാശി. വിമല ഒരുവിധ ഹോസ്പിറ്റലിൽ എത്തിച്ചിരിക്കാന്നാ പറഞ്ഞേ. എനിക്ക് അവിടം വരെ ഒന്ന് പോണല്ലോ. എന്താ മോളെ, ഇത് ഉണ്ണിയല്ലേ? എനിക്കറിയാം. എപ്പോ വന്നു? ഇന്ന് കാലത്ത്. ഇരിക്കൂ. വീട്ടിലെല്ലാവർക്കും സുഖം? അമ്മ നന്നായിരിക്കണു. എന്നോട് വന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. നന്ദയുടെ വിവരങ്ങൾ അറിയാനുള്ള. ഈ കിടപ്പ് കണ്ട് പേടിക്കണ്ട, എനിക്കൊന്നുമില്ല. ഈ വിമല വെറുതെ പിടിച്ചു കിടത്തിരിക്ക. ഹസൻ ഭായ് ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇവളെ. ഐ ആം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഭക്ഷണോ മരുന്നോ എന്താ വെച്ചാലും ഞാൻ കഴിച്ചോളാം. ഉണ്ണി കൂടി ഒന്ന് പറയൂ. എനിക്ക് ഇന്ന് വിശ്വാസമില്ല. ഈ കാണുന്ന സ്മാർട്ട്നെസ് ഒക്കെ വീട്ടിലെത്തുമ്പോ മാറും. അത് പിന്നെ വീട്ടിൽ അടച്ചുമൂടി കിടക്കുന്നതുകൊണ്ടാ. ഇന്ന് ഞാൻ പുറത്തു പോകും. കുറെ ദിവസത്തിന് ശേഷം സിറ്റിയിലൊന്ന് കറങ്ങണം. ഉണ്ണിയെ കൂടെ കൂട്ടാം. ബാംഗ്ലൂർ കണ്ടിട്ടില്ലല്ലോ. എന്താ? അങ്ങനെ ആയിക്കോട്ടെ. ഞാനും നരനും നടന്നു പോയ വഴികൾ, എനിക്ക് എന്നേക്കുമായി നഷ്ടപ്പെട്ട ദിവസങ്ങൾ പുനർജനിക്കുകയാണെന്ന് ഞാൻ മോഹിച്ചു. വെറുതെ ഒരു മോഹം. ഞാൻ അതിനൊരു ശ്രമം നടത്തുകയായിരുന്നു വിമല. ഇല്ല, അതൊരു ഇഡിയസിയാണ്. ഉണ്ണിക്ക് എങ്ങനെ നരനാവാൻ കഴിയും? നോക്കുന്നെന്താ, നീ ഇങ്ങനെ തുടങ്ങിയാൽ എന്താ ചെയ്യാ? നടന്നത് എന്താണെന്ന് ഇനിയെങ്കിലും നീ റിയലൈസ് ചെയ്യണം. നിന്റെ നരേന്ദ്രൻ മരിച്ചു പോയിരിക്കുന്നു. ഇനി ഒരിക്കലും നിനക്ക് അയാളെ തിരിച്ചു കിട്ടില്ല. യെസ്, ഐ നോ. പക്ഷെ എന്തിന് ദൈവം അതേപോലെ ഉണ്ണിയെ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ അയാൾ എന്തിനെന്നെ കാണിച്ചു തന്നു? കാണുമ്പോ അറിയാത്തൊരാശ്വാസം, അതിൽ കൂടുതൽ വേദനയും. ആത്മഹത്യയുടെയും ചിത്തഭ്രമത്തിന്റെയും ഇടയിൽ കിടന്നാടുകയാണ് നന്ദയുടെ ജീവിതമെന്ന് ആർക്കാണ് അവളെ രക്ഷിക്കാൻ കഴിയുക? ഞാൻ എന്താ ഹസൻഭായി വേണ്ടത്? ഈ നിലയിൽ വിട്ടിട്ട് പോവാന്ന് പറഞ്ഞാൽ മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പൂനോട് ചെയ്യണ തെറ്റാവും. ഇവിടെ ഈ സിറ്റി കഴിയുന്ന ഓരോ നിമിഷവും അവളുടെ വേദന കൂടുകയുള്ളൂ. അല്പം ആശ്വാസം കിട്ടാൻ, എല്ലാം മറക്കാൻ, ഒരു ശ്രമം നടത്താനെങ്കിലും ഒരു വീടുണ്ടായിരുന്നെങ്കിൽ, സ്നേഹം നൽകാൻ ബന്ധുക്കളുണ്ടായിരുന്നെങ്കിൽ. അക്കാര്യത്തിലും അവൾ നിർഭാഗ്യവതിയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഉണ്ണിക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് അവളെ നാട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? മനസ്സിന്റെ സമനില വീണ്ടെടുക്കാൻ അതിനേക്കാൾ നല്ല ഒരിടം ഞാൻ നോക്കിയിട്ട് വേറെ കാണുന്നില്ല. നന്ദ തയ്യാറാവെന്ന് വെച്ചാൽ ഞാനൊരുക്കാണ്.
അവിടെ എല്ലാവർക്കും വലിയ സന്തോഷമാവും, അതുറപ്പാ. ഞാൻ സംസാരിക്കട്ടെ നന്ദയോട്? ഓ ആയിക്കോട്ടെ. എന്റെ കാര്യം കുറച്ച് ദിവസത്തേക്ക് ബോറ് തന്നെയായിരിക്കും. നീ ഇല്ലാതെ തനിച്ചിവിടെ. ഞാൻ ആലോചിക്കുക കുറച്ച് ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയാലോ എന്ന്. അല്ല, നീ എന്താ എങ്ങനെ നിൽക്കുന്നേ? ഉണ്ണി അസമ്പായും താഴെ വെയിറ്റ് ചെയ്യാ. ഇപ്പോ ഒരു കൺഫ്യൂഷൻ പോണോന്ന്. ആ, ഇതാ നിന്റെ കുഴപ്പം. നീ തന്നെയല്ലേ പറഞ്ഞത് ബാംഗ്ലൂരിന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ. ശരിയാണ്, പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് എനിക്ക് അവിടെയും രക്ഷയുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത. എന്തായാലും നിനക്ക് സ്നേഹം തരാൻ അവിടെ ഒരുപാട് പേരുണ്ട്, തിരിച്ച് നിനക്ക് സ്നേഹിക്കാനും. കൂട്ടിക്കൊണ്ടുപോന്നു. ഉപേക്ഷിച്ചിട്ട് പോരാൻ വയ്യാത്തൊരു. വരൂ മോളെ. നന്നായി. ലക്ഷ്മി, ആഹാ, ആരാത്? പാമോളെ. അവിടെ എല്ലാവർക്കും പേടി, എപ്പോഴാ എന്തെങ്കിലും കടുങ്കൈ കാണിക്കാന്ന്. എനിക്കിങ്ങനൊരു വഴിയേ തോന്നിയുള്ളൂ. നന്നായിടോ, അവന്റെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും. അത്ഭുതം തനിക്കിങ്ങനൊരു ബുദ്ധി തോന്നിയതില്ല. ഇത്തിരി വകതിരിയൊക്കെ കയ്യിലുണ്ട് അല്ലേ? പാവം കുട്ടി. ഇന്നലെ രാത്രിയും കൂടി ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കൊളക്കടവ് പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാ. എന്നിട്ട് പിറുപിറുങ്ങനെ പറയണുണ്ട് അപ്പൂട്ടന്റെ കാര്യാ. പാവം. എന്തായാലും ഉണ്ണീട്ടൻ കൂടെ കൊണ്ടുവന്ന് നന്നായേ ഉള്ളൂ. ഭദ്ര കഴിയണതും കൂടെ ഉണ്ടാവണം. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. പൂവ് ഞാനുമായിട്ടങ്ങ് ഇണങ്ങിക്കോളും. മുഖം കണ്ടാൽ അറിയില്ലേ, ഒരു സാധുവാ. ഇതെവിടെയാ വെക്കണ്ടത്? അങ്ങോട്ട് വെച്ചോളൂ. എന്റെ അമ്മോ, ഒന്ന് സഹായിച്ചെന്റെ കുട്ടിയെ. അമ്മയും മുത്തച്ഛയും വലിയ സന്തോഷത്തിലാ. ആ കുട്ടിയെ മടിയിൽ ഇറക്കണില്ല എന്ന് പറയണാവും ശരി. അല്ല, ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് വിവരം പറഞ്ഞു പോകും. അതിന്റെ ആവശ്യമുള്ളതായി ആരും പറഞ്ഞില്ല. ഒരു കണക്കിന് എന്തിനാ? ആള് ഫുൾ ടൈം ചൂടും പുറത്താന്നല്ലേ കേൾവി. എന്താ ചെയ്യാ, മനുഷ്യരുടെ ഓരോ കാര്യം. വൃത്തിയാക്കിയില്ലേ കുട്ടിയെ? കഴിഞ്ഞു. നീ ആ കുളിമുറിയിൽ വെള്ളം നിറച്ചിടേ. മോക്കൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറാലോ. ഇത് സ്വന്തം വീടായിട്ട് കരുതണം. അങ്ങനെ തോന്നി എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോഴേ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. ഇനി തിരിച്ചു പോണോന്നും പറഞ്ഞ് ധൃതി കാണിച്ചാലാ എനിക്ക് പിടിക്കാഴിക. വിടില്ല ഞാൻ കുറച്ചു കാലത്തേക്ക്. ഇല്ല, അമ്മ പറയണവരെ ഞാൻ പോവില്ല. ആ നാണുവേ, അടുക്കള ചെന്ന് ലക്ഷ്മിക്കുട്ടിയോടെ ഊണിനെന്താ വകാന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടിക്ക് ഇന്ന് രുചിയോടെ എന്തെങ്കിലും വിളമ്പി കൊടുക്കണം എനിക്ക്. ശരി. വല്യമ്മാവനെ അന്വേഷിച്ചു. ഭദ്രേ, എനിക്കൊന്ന് കാണിച്ചു തരോ നാരായണൻ ഉറങ്ങുന്ന സ്ഥലം? ദാ അടച്ചിട്ടിരിക്കണില്ലേ, ഇത് തന്നെ അപ്പൂട്ടന്റെ മുറി. അവധിക്കൊക്കെ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പോഴുറങ്ങുന്ന സ്ഥലത്തെ കുറിച്ചാ. കാണണോ? വരൂ. കുഴിവെട്ടി അടക്കിയതാ. മൂത്തോര് ജീവിച്ചിരിക്കുമ്പോ ദഹിപ്പിക്കാൻ പാടില്ലെന്നല്ലേ. ദേ, നമുക്ക് പോവാം. കരയാനായിരുന്നു എന്ന് വെച്ചാ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നു. ഭദ്ര പോയിക്കോളൂ. ഞാൻ
എനിക്ക് കുറച്ചു നേരം ഇവിടെ ഇരിക്കണം. ചെല്ലു, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണേ, അന്വേഷിക്കും. നരൻ, ഞാൻ വന്നു നരൻ. അവിടെ തനിച്ചെനിക്ക് വയ്യ. ഞാനും നീ എന്നൊന്നില്ല, നമ്മള് രണ്ടുമെന്ന ഒരു സത്യമേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നെ മാത്രം തനിച്ചിട്ട് പോയി കളിച്ചത്? ചെറുതി, ചെറുതി നരൻ, ചെറുതി. നന്ദ, നരൻ, നരൻ. നന്ദ, എന്താ നന്ദ? ഞാൻ ഉണ്ണിയാണ്. സോറി, ഞാൻ സോറി ഉണ്ണി. വരൂ, വാ, വരൂ.